തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നഗരിയിലേക്ക് എത്തിയോ? സേതു, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായിട്ടുള്ള എഴുന്നള്ളിപ്പ് എത്തിക്കൊണ്ടിരിക്കുന്നു പൂരനഗരിയിലേക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ടൗൺ ഹാൾ പിന്നിട്ടുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെമ്പൂക്കാവ് ഭഗവതി ഇപ്പോൾ ടൗൺ ഹാൾ പിന്നിട്ടുകൊണ്ട് പടിഞ്ഞാറേ നടയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആരവം, വലിയ ആഘോഷം തന്നെയാണ് രാമന്റെ വരവിനായി ഒപ്പമുള്ളത്. ആളുകളെല്ലാം റോഡരികിൽ കാത്തുനിന്ന് രാമന് ജയവിളിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രാമൻ വരുന്ന വഴി ചെമ്പൂക്കാവ് ദേവീക്ഷേത്രത്തിൽ അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ പൂര എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ വലിയ തിരക്ക് ഇത്രയധികം ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല വഴിനീളയുള്ള പറകളൊന്നും അതങ്ങനെ പതിവല്ലായിരുന്നു. പക്ഷേ ഇത്തവണ വലിയ ആവേശത്തോടു കൂടി രാമനെ ഏറ്റെടുക്കുന്നു. നമ്മളോടൊപ്പം BJP നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ ചേർന്നു. പൂരം വൈബിലോട്ട് എത്തിയോ? പിന്നെ വൈബാണ്, അതും ചെമ്പൂക്കാവ് പൂരമാണ് ഏറ്റവും വലിയ വൈബ്. കാരണം ഇപ്രാവശ്യം തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ്, ചെമ്പൂക്കാവ് ഭഗവതി, കാർത്യായനി ഭഗവതി, രാമന്റെ വരവാണ്. ഇത്തവണ എത്രമാത്രം ആവേശമുണ്ട് രാമന്റെ വരവോടുകൂടി, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്രാവശ്യം പൂരത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത് ചെമ്പൂക്കാവ് ദേശത്തിന്റെയാണ്. അത് രാമന്റെ വരവായതുകൊണ്ടും കൂടിയാണ്. ആദ്യമായി ചെമ്പൂക്കാവിന് വേണ്ടി തിടംപേറ്റുന്നു രാമൻ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചെമ്പൂക്കാവിന് വേണ്ടി തിടംപേറ്റുന്നത്. അതിലൊരു അഭിമാനമുണ്ട്. എൻ്റെ ദേശമാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് പ്രദീപ്, ഞങ്ങളുടെ എല്ലാവരുടെയും തട്ടകമാണത്. ദിലീപ് ദേവസ്വത്തിന്റെ ഭാരവാഹി കൂടിയാണ്. എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ഇത്തവണത്തെ പൂരപ്പുറപ്പാട്? വളരെ ആവേശത്തോടു കൂടിയാണ്. എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വൈബുള്ളൊരു കൊല്ലമാണത്. വളരെയധികം എൻജോയ് ചെയ്യണം. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ വളരെയധികം ആസ്വദിച്ച് പൂരത്തോടൊപ്പം ചെമ്പൂക്കാവിന്റെ രാമൻ എഫക്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും സേതു, ചെമ്പൂക്കാവിന്റെ രാമൻ എഫക്റ്റ്. കഴിഞ്ഞ തവണ നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റിയായിരുന്നു രാമൻ എത്തിയതെങ്കിൽ ഇത്തവണ ചെമ്പൂക്കാവിലമ്മയ്ക്ക് വേണ്ടി തിടംപേറ്റി എത്തുന്നു. രാമനില്ലാതെ പൂരമില്ല, പൂരത്തിൽ രാമൻ തന്നെയാണ് താരം. അങ്ങനെ രാമാസ്വാദകരൊക്കെ ഈ നിറഞ്ഞു നിൽക്കുന്നു തൃശ്ശൂരിന്റെ നഗരവീതിയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ പൂരത്തിൽ പങ്കെടുക്കാൻ പോലും അല്ലെങ്കിൽ പൂരത്തിനൊപ്പം പോകാൻ ആളില്ലെങ്കിലും ഈ ഉടനീളെ രാമൻ ആസ്വാദകർ, രാമൻ ആരാധകർ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. രാമൻ പങ്കെടുക്കാതെ പൂരമാകില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ ചെമ്പൂക്കാവ് ദേവി, നമ്മൾ ഈ എന്തൊക്കെ പറഞ്ഞാലും ലെവിൻ, ആ ആനയുടെ ആ ഒരു തലയെടുപ്പ്, ആ ഒരു വരവ്, അത് കണ്ടാൽ ഇനിയിപ്പോ ആനപ്രേമി അല്ലെങ്കിൽ പോലും നോക്കി നിന്ന് പോവും. അത്രയും മനോഹരമാണ്. തീർച്ചയായും ചെയ്തു. അത്തരത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ രാമനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മാതംഗ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. രാമൻ, കലിയുഗ രാമൻ എന്നൊക്കെ ആരാധകർ വിളിക്കും. നേരത്തെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിലെത്തിപ്പോലും ദിവസേന ആയിരങ്ങൾ സന്ദർശിക്കുന്ന ആനയാണ്. അങ്ങനെ കേരളത്തിലുടനീളം ഫാൻസുള്ള, ഇന്ത്യയിലുടനീളം ഫാൻസുള്ള, ആരാധകരുള്ള ഒരു ആനയുണ്ടെങ്കിൽ അത് ഏകഛത്രാധിപതി തന്നെയാണ്. അങ്ങനെ വിശേഷണങ്ങൾക്കപ്പുറം ഈ ഒരു ആനയാണ്, ഒരു വന്യമൃഗമാണ് എങ്കിൽ പോലും അതിനോടുള്ള സ്നേഹവും കരുതലുമൊക്കെ ആളുകളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഓരോ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആനകളും അല്ലെങ്കിൽ ഓരോ കൊമ്പന്മാരും പ്രധാനപ്പെട്ടതാണെങ്കിലും രാമൻ എത്തിയാൽ ഒരു രാമൻ എഫക്റ്റ് തന്നെയാണ് തൃശ്ശൂരിലുള്ളത്. ആ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ വലിയ ജനത്തിരക്ക്, ഇത്രയേറെ വലിയ കാഴ്ചക്കാർ, അതൊക്കെ ചെമ്പൂക്കാവ് പോലുള്ള ഘടകക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പിന് പതിവില്ലാത്തതാണ്. പക്ഷേ ഇത്തവണ രാമൻ എത്തുമ്പോൾ നമുക്ക് കാണാം, പുഷ്പവൃഷ്ടി നടത്തുന്നത് കാണാം. ആനയുടെ ആസ്വാദകരാണ്, രാമൻ്റെ ആസ്വാദകരാണ്, രാമരാജാവിൻ്റെ ആസ്വാദകരാണ്. അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ. അത് ഒരു മലയാളിയുടെ ആനപ്രേമത്തിൻ്റെ ഉദാഹരണമായി കൂടി എടുത്ത് കാണിക്കാൻ കഴിയും. അങ്ങനെ ചെമ്പൂക്കാവിൽ അമ്മയുടെ തിടംപേറി ഇങ്ങനെ തലയെടുപ്പോടുകൂടി രാമൻ നിൽക്കുന്നു. ഇടതുവശത്ത് പാറമേക്കാവ് കാശിനാഥൻ, വലതുവശത്ത് ലിബർട്ടി ഉണ്ണിക്കണ്ണൻ, അങ്ങനെ മറ്റ് രണ്ട് കൊമ്പന്മാർ കൂടിയുണ്ട്. പക്ഷേ അവരിലൊക്കെ ഉണ്ടെങ്കിലും താരങ്ങളുടെ താരമായി രാമൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ വലിയ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസിനെ, ഉദ്യോഗസ്ഥരെ കാണാം, ദേവസ്വം ഭാരവാഹികളെ കാണാം, എലിഫന്റ് സ്ക്വാഡ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ നിരവധിയായ ആളുകളുടെ സമയോചിതമായ ഇടപെടലും പ്രവർത്തനം കൊണ്ടൊക്കെ കൂടിയാണ് ഈ രാമൻ്റെ എഴുന്നള്ളിപ്പിന് ഇങ്ങനെ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. 8:30 ചെമ്പൂക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലെത്തും. അവിടെ
പാഞ്ചാരി മേളമാണ്. പാഞ്ചാരി മേളം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും പടിഞ്ഞാറെ ഗോപുര നടവഴി വടക്കുന്നാഥനുള്ളിൽ പ്രവേശിക്കുന്ന ദേവി തെക്കേ നടവഴി പുറത്തിറങ്ങുക. രാത്രിയും സമാനമായ പൂരമുണ്ട്. രാത്രിയും രാമൻ തന്നെ എഴുന്നള്ളിക്കും. ഏതായാലും വളരെ മനോഹരമായ അന്തരീക്ഷം, പൂരാവേശം. തൃശ്ശൂരിലൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പൂരാവേശത്തിനെ ഇരട്ടിയാക്കുകയാണ് രാമൻ എഫക്റ്റ് നമുക്ക് കാണാം. ചുറ്റോട് ചുറ്റും ആളുകൾ, എല്ലായിടങ്ങളിലും ആളുകൾ എത്തി കാത്തു നിൽക്കുന്നു. രാമനൊപ്പം അണിചേർന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ, ഉത്സവത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പൂരത്തിൻ്റെതായിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് സേതു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലെവിൻ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാണുന്നത് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ചെമ്പൂക്കാവ് അമ്മയുടെ പൊൻതിടം പേറ്റി തെച്ചിക്കോട്ടുകാവ് അമ്മയുടെ മാനസപുത്രൻ സാക്ഷാൽ ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ തലയെടുപ്പോട് കൂടിയുള്ള കാഴ്ചയാണ്. ആ ഗജവീരനെ കാണാനാണ് ഈ ആനപ്രേമികളെല്ലാം, ഈ പൂരപ്രേമികളെല്ലാം ഇപ്പോൾ ചെമ്പൂക്കാവിലേക്ക് നോക്കി നിൽക്കുന്നതും. ഇനി ആ വരവാണ് ഈ ഘടകപൂരങ്ങളിൽ ഇനി വന്ന് വടക്കനാഥന്റെ മണ്ണിലേക്ക് എത്തുന്നതോടുകൂടി ആ കൂടി നിൽക്കുന്ന പെരുങ്കോട്ടം ഒരേ രീതിയിൽ ഇനി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിലേക്കായിരിക്കും നോക്കുക. കണ്ണുകളെല്ലാം അവിടേക്കായിരിക്കും. ആ തലയെടുപ്പ് കാണാനുള്ള ആകാംക്ഷയോടെ ആ ഒരു കാത്തിരിപ്പിലാണ്, ആ ഒരു കാഴ്ച എത്താനുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാ മലയാളികളും, പൂരപ്രേമികളും പൂരാസ്വാദകരും.